എഡ്ജ്. വിവേകത്തോടെ കാര്യം സാമ്പത്തികമാണ്. പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന എംപിമാർക്ക് സ്വന്തം മണ്ഡലത്തിലെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനുമായി കേന്ദ്ര സർക്കാർ അനുവദിക്കേണ്ട തുക എത്രയാണ്? കഴിഞ്ഞ 5 വർഷം കേരളത്തിലെ 20 എംപിമാർക്ക് ലഭിച്ചതെത്ര? എത്ര ചെലവാക്കി? എന്തിനൊക്കെ ചെലവാക്കി? പരിശോധിക്കുകയാണ് കാര്യം സാമ്പത്തികം. ആലത്തൂർ മണ്ഡലത്തിലെ സിറ്റിംഗ് എം പി രമ്യ ഹരിദാസ് പ്രതികരിക്കുന്നു. ഇപ്പോൾ MP ലാഡ്സ് നിങ്ങൾക്കറിയാം, കോവിഡിൻ്റെ സമയത്ത് 2 വർഷത്തെ തുക കട്ട് ചെയ്തു പോയി. അതിനുശേഷം വന്ന MP ലാഡ്സിനകത്ത് മുഴുവൻ പദ്ധതിക്കും അംഗീകാരം വാങ്ങിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ അതിൻ്റെ പദ്ധതികളുടെ പൂർത്തീകരണ പ്രവർത്തനങ്ങൾ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 100% പദ്ധതി അംഗീകാരം വാങ്ങിയിരിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ്. അതോടൊപ്പം എടുത്തു പറയേണ്ടത്, മുൻ MP ചെലവഴിക്കപ്പെടാതെ പോയ 3 കോടി രൂപയുടെ പദ്ധതി ആസൂത്രണവും അതിൻ്റെ അംഗീകാരവും കൂടി വാങ്ങിയിട്ടാണ് ഇത്തവണ പദ്ധതി പ്രവർത്തനങ്ങളിൽ. ഒരു കോൺഗ്രസിൻ്റെ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളിലും നമ്മളെ ഉൾക്കൊള്ളാനുള്ള ഒരു പ്രയാസം 1-2 പഞ്ചായത്തുകളിലുണ്ട്. പക്ഷേ ഒരുപാട് പഞ്ചായത്തുകൾ ഇടതുപക്ഷം ഭരിക്കുന്ന, നേതൃത്വം കൊടുക്കുന്ന ഭൂരിഭാഗം പഞ്ചായത്തുകളിലും വളരെ വേഗം തന്നെ ഈ പദ്ധതി വിനിയോഗിക്കുന്നതിന്, അല്ലെങ്കിൽ ആ കിട്ടിയ ഫണ്ടുകൾ വിനിയോഗിക്കുന്നതിന് തിടുക്കം കൂട്ടിയിട്ട് ചെലവഴിച്ച കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ ഭരിക്കുന്ന പഞ്ചായത്തുകളും ഉണ്ടായിട്ടുണ്ട്. MP ഫണ്ട് വിനിയോഗത്തെക്കുറിച്ച് ആലത്തൂർ മണ്ഡലത്തിലെ സിറ്റിംഗ് MP രമ്യ ഹരിദാസ് പറഞ്ഞത് കേട്ടല്ലോ. ഇനി വിലയിരുത്തേണ്ടതും വിധി എഴുതേണ്ടതും ജനങ്ങളാണ്. മറ്റൊരു മണ്ഡലത്തിലെ MP ഫണ്ട് വിനിയോഗത്തിന്റെ വിശദാംശങ്ങളുമായി കാര്യം സാമ്പത്തികം അടുത്ത എപ്പിസോഡിൽ.